ഞാനൊരു വീഡിയോ എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പുതിയ ഷെയ്ഡ്സ് ഉണ്ട്, എല്ലാത്തിൻ്റെയും ഷെയ്ഡും ഞാൻ പറയുന്നതായിരിക്കും. സോ ഇതിൽ ലിപ് ഗ്ലോസും ഉണ്ട്, ലിപ്സ്റ്റിക്കും ഉണ്ട്, ലിപ് ബാമും ഉണ്ട്. ഓക്കെ, കുറച്ചും കൂടി ഉണ്ടായിരുന്നു, ഒരു 2-3 എണ്ണം ഉണ്ട്. അത് ഏകദേശം മിസ്സിങ് ആണ് ഗൈസ്, എനിക്ക് എവിടെയും അറിയില്ല, എന്തായാലും തപ്പിക്കണ്ടുപിടിക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്ത് ഞാൻ എത്ര വെച്ചിട്ട് കാണിച്ചു. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ന്യൂ ആയിട്ട് മേടിച്ച ഈ 2 എണ്ണമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലിപ് ബാം എന്ന് പറയുന്നത്. ഇത് മാർസിൻ്റെ, ഇതിൻ്റെ വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കാണാം. പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. സോ ഇത് മാർസിൻ്റെ തന്നെയാണ്, റോയാലിറ്റി എന്നാണ്. ഇത് ഷെയ്ഡ് നമ്പർ 10 ആണ്. ആൻഡ് ഇത് മാർസിൻ്റെ തന്നെ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ ടിൻറ്റഡ് ലിപ് ബാം ആണ്. ഇത് 05 ഗ്രേപ്പ് ഫ്രൂട്ടാണ് ഷെയ്ഡ് വരുന്നത്. ആമസോണിലുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് ഗ്ലോസ് കാണിച്ചു തരാം. കുറച്ചെന്ന് പറഞ്ഞാൽ 2 ഗ്ലോസ് ആണല്ലേ. ഇതൊരു ഗ്ലിറ്ററി ഗ്ലോസ് ആണ്. ഇത് എന്താ പറയുക, PS എന്ന് പറഞ്ഞിട്ടാണ്. ഇത് എനിക്കൊരു കസിൻ കൊണ്ടു തന്നതാണ് UK-ന്ന്. അപ്പം ഇത് ഗ്ലോസ് ആണ് കണ്ടോ. ഇതിൻ്റെ ബബിൾ ഗമ്മാണ്, സെൻറ്റഡ് ലിപ് ഗ്ലോസ് ആണ് കേട്ടോ, അടിപൊളിയാണ്. ഇതൊരു ഗ്ലിറ്ററി എഫക്റ്റാണ് തരുന്നത്. ഞാൻ എല്ലാതും ഇട്ട് കാണിച്ചു തരുന്നില്ല, വേണമെങ്കിൽ കയ്യിൽ കാണിച്ചു. ഓക്കെ, സോ ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ടോ ചോദിച്ചാൽ യെസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ട്രാൻസിഷൻ വീഡിയോസിലൊക്കെ കുറച്ച് എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലോസ് അടിപൊളിയാണ്. കാണിച്ചത് കണ്ടോ, നല്ലൊരു എടുത്ത് കാണിക്കുന്ന ഫീലാണ്. പക്ഷെ ഇപ്പം ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത്ര കാണാത്ത. കുറച്ച് ഇരുടാണെങ്കിൽ നല്ല രസത്തിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ലിപ് ഗ്ലോസ് ഉണ്ട്. എനിക്കിതിൻ്റെ ഒന്നും പ്രൈസ് എനിക്ക് അത്ര അറിയില്ല, ഗിഫ്റ്റ് കിട്ടിയാണ്. ഓക്കെ, പിന്നെ കുറേയൊക്കെ നിങ്ങൾ വിചാരിക്കും ഓ മൈ ഗോഡ് വാവ് എന്നൊക്കെ പറയും. അതൊന്നുമല്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ കുറേയൊക്കെ ഞാൻ അമ്മേൻ്റെ നിന്ന് അടിച്ചു മാറ്റുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ എനിക്ക് ഗിഫ്റ്റായിട്ടും കിട്ടും. എനിക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര മേക്കപ്പ് അഡിക്റ്റാണ്. സോ ലിപ്സ്റ്റിക്കാണല്ലോ എല്ലാവർക്കും ഇഷ്ടം, എനിക്കും അത് തന്നെ ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ കുറേ എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടുന്നതായിരിക്കും. മീൻസ് ബർത്ത്ഡേക്ക് എന്നല്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടും. സോ അങ്ങനെ. പിന്നെ ഇതൊരു ലിപ് ഗ്ലോസ് ആണ്. ഇത് ബ്രാൻഡൊന്നുമില്ല, കാരണം ഇത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ട് എൻ്റെ അമ്മയ്ക്കൊന്നും ഒരു ഗ്ലോസ് അത്ര ഇഷ്ടമില്ല. കാരണം അങ്ങനെ ഇഷ്ടപ്പെടാൻ വഴിയില്ല. അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, ഇതാണ് ഷെയ്ഡ്. ഇത് പ്രത്യേകിച്ച് ഷെയ്ഡൊന്നുമില്ല, ഒരു പിങ്കിഷ് കളറാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു പീച്ച് കളറാണ്. കാരണം അമ്മ എപ്പോഴും മേടിക്കുകയാണെങ്കിൽ എപ്പോൾ ഒരു പിങ്കേ മേടിക്കുള്ളൂ. അമ്മേൻ്റെ ഫെയർ സ്കിൻ ആയതുകൊണ്ട് പിങ്കാണ് കുറച്ചും കൂടി സ്യൂട്ട് ആവാറെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് സുഡിയോൻ്റെയാണ്. ഇത് ഞാൻ ചേച്ചീൻ്റെ നിന്ന് അടിച്ചു മാറ്റിയാണ്. ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് സുഡിയോൻ്റെ മാറ്റ് ഡെസേർട്ട് റോസ് N3 ആണ്. ഓക്കെ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. എനിക്ക് എല്ലാം ബ്രൗൺ ആയിരിക്കും ഉണ്ടാവാറ്. ഇതാണ് കേട്ടോ ഷെയ്ഡ്. ഇതൊക്കെ എങ്ങനെ തുടച്ച് കളയുമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കണ്ട. ഓക്കെ, നമ്മൾ വാസ്ലിൻ വെച്ചിട്ടായിരിക്കും കഴുകുക. ഓക്കെ, അപ്പം ഇതാണ്. സേഫാണ്, പേടിക്കണ്ട. ഓക്കെ, അത് പേടിച്ചില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഇതും അമ്മ പിങ്ക് മേടിച്ചതാണ്. പക്ഷേ ഈ പിങ്ക് അമ്മയ്ക്ക് എത്ര ഇഷ്ടമല്ല, കാരണം ഇതൊരു പേർപ്പിളിഷ് കളറാണ്. അപ്പം ഞാൻ കുറേ മേക്കപ്പ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു നടുവിൽ മിഡിൽ പാർട്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് ലിപ് ലൈനർ കൊണ്ട് ബ്രൗൺ വെച്ച് ചെയ്യുന്നത്. അപ്പം എനിക്ക് കുറേ ബ്രൗൺ ഉള്ളതുകൊണ്ട് ഞാൻ ലിപ് ലൈനർ അല്ല ഉപയോഗിക്കാറ്. ഞാൻ ഉപയോഗിക്കാറെന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ലിപ് ലൈനർ പോലെ ഉപയോഗിക്കാറാണ് പതിവ്. ഇതാണ് കേട്ടോ ഷെയ്ഡ്. ഞാൻ കാണിച്ചു തരാം. കുറച്ച് സൈഡിലോട്ടായി ഞാൻ ഇട്ടത് തോന്നുന്നു. ഓക്കെ, അതാണ് ഷെയ്ഡ്. പടക്കം പൊട്ടുന്നുണ്ട്. വിഷു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പൊട്ടുന്ന ഡ്രസ്സിലായ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെയാണ്. ഇത് ലാസ്റ്റ് അല്ല, ഒന്നും കൂടി ഇത് ഞാൻ കുറേ മിക്സ് ചെയ്ത് കണ്ടെത്തിയ ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ന്
കുറച്ച് പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സ് ഒക്കെ മിക്സ് ആക്കിയിട്ടാണ്. ഇത് ശരിക്കും തീർന്നു. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട്. അപ്പം തീർന്നപ്പോൾ എനിക്ക് ഈ ഷെയ്ഡ് അത്ര ഇഷ്ടമായിട്ടോ. പക്ഷെ എന്നാലും എൻ്റെ ഒരു കലാവിരുത്തില്ലെങ്കിൽ അപ്പം ഞാനിതിൽ മിക്സ് ആക്കിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് കാണിച്ചാലും നിങ്ങൾക്ക് വലിയ മനസ്സിലാവില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഷെയ്ഡ് തന്നെയാണ്, പക്ഷെ കുറച്ചൊക്കെ ലിപ് ഗ്ലോസ് ഒക്കെ ആഡ് ചെയ്തെന്നുള്ളൂ. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോച്ചയാണ്. ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത്. ആൻഡ് ഇറ്റ് ഈസ് സോ ഗുഡ്. അത് വേറെ വീഡിയോസിൽ നിങ്ങൾക്ക് കണ്ട ഇത്ര ഡാർക്കൊന്നുമല്ല കേട്ടോ. ഇത് ഞാൻ എന്തൊക്കെയോ ചെയ്ത് മിക്സാക്കി തേക്കുന്നതാണ്. നല്ലൊരു ഷെയ്ഡായില്ലേ. ഇപ്പം എൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഈ ഒരു സംഭവം കണ്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഊന്ന്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലിയർ ഇനി ഒരു ലിപ്സ്റ്റിക്കും കൂടി ഉണ്ട്. ഇതും ഒരു ട്രെൻഡുള്ള സമയത്ത് ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് പൈസ എടുത്തല്ല, ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിൽ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഷോപ്പ് ചെയ്തിട്ടുണ്ടാവുക. അമ്മേൻ്റെ പൈസ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡാസ്ലറിൻ്റെ എന്തോ ഇതിന് മേടിച്ചോ പറഞ്ഞു. അപ്പം എനിക്ക് തീരെ എൻ്റെ അമ്മയ്ക്ക് അത്ര ലിപ്സ്റ്റിക്ക് ഇടണമെന്ന് ഇഷ്ടമല്ല. എനിക്ക് തീരെ വിശ്വാസം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വേഗം കുറേ ഇങ്ങനെ ഞാൻ വീഡിയോസ് ഡെയിലി കാണും. എന്നിട്ട് എല്ലാം ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കാറാണ് പതിവ്. അങ്ങനെ വിഷ് ലിസ്റ്റ് ഇട്ട് വെച്ചൊരു സാധനം ഞാൻ ആദ്യമായിട്ട് മേടിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക്ക് അല്ലെങ്കിലും ഞാൻ മേടിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം മാച്ചാവും, കാരണം ഇത് വെച്ചിട്ടാണ് ഞാൻ മറ്റേത് ഉണ്ടാക്കിയത്. സോ ഇതാണ് നമ്മുടെ ഷെയ്ഡ് വരുന്നത്. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഡാസ്ലറിന് തന്നെ DLCO35 ആണ്. കേട്ടു വിചാരിക്കുന്നു. DOCL35. DOCL35. എനിക്ക് പിന്നെ എൻ്റെ അടുത്തുള്ള ലിപ്സ്റ്റിക്സൊക്കെ എനിക്ക് ഷെയ്ഡ്സൊക്കെ അത്യാവശ്യം അറിയുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇത്രയൊക്കെയാണ് എനിക്ക് ലിപ്സ്റ്റിക് ഉള്ളത്. ഇങ്ങനെ അല്ലേ, ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഉണ്ടായിരുന്നു, ഒരു റെഡ് ലിപ് ലൈനർ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഒരു എന്താ പറയുക, ലാക്മേൻ്റെ ഒരു സാങ്ക്രിയ, അത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ലാക്മേൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു എനിക്ക് ഗിഫ്റ്റ് രേഷ്മേണ്ടി തന്നെ. പിന്നെ ഇതായിരുന്നു ഉണ്ടായിരുന്നു. ഇത്രയൊക്കെയേ ഉള്ളൂ കേട്ടോ. ഈ രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു. മിസ്സിങ് ആണ്. പിന്നെ ബേബി ലിപ്സിൻ്റെ ലിപ് ബാമാണ് മെബലിൻ്റെ. അതാണ് ഞാൻ ഉപയോഗിക്കാറ്. ആൻഡ് അത് മിസ്സിങ് ആണ് ഗൈസ്. മിസ്സിങ് മീൻസ് അവിടെ വീഡിയോ ഞാൻ കൊണ്ടുപോയിട്ടിട്ടുണ്ട്, തപ്പി കണ്ടുപിടിക്കണം. സോ ഞാൻ പോയി കണ്ടുപിടിക്കട്ടെ. സോ അപ്പോൾ ഇത്രയല്ല നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണും അമർത്താം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് സബ് ടു മൈ ചാനൽ.